അല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മനോഹരമായ സന്ദേശമാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ സൂറത്തുൽ ഇഖ്ലാസിനോട് ഇഷ്ടമുള്ളവരായി മാറണം. അതാണ് എന്റെ വിശ്വാസികളോട് എനിക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ഒരു ഓർമ്മപ്പെടുത്തൽ. മഹാനായ ഉബയ്യ് റളിയല്ലാഹു അൻഹു പറയാണ്, قال رسول الله صلى الله عليه وسلم من قرأ سورة قل هو الله أحد ഒരാൾ قل هو الله أحد എന്ന സൂറത്ത് ഓതിയാൽ فكأنما قرأ ثلث القرآن, അയാൾ ഖുർആനിന്റെ 1/3 പാരായണം ചെയ്തതുപോലെയാണ്. വഉഅതിയ മിനൽ അജ്രി 10 ഹസനാത്ത്, 10 നന്മകൾ അയാൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. ബിഅദദി മൻ അശ്റക ബില്ലാഹി വആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിച്ചവരുടെയും അല്ലാഹുവിൽ പങ്കുചേർത്തവരുടെയും എണ്ണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ എണ്ണത്തിൽ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടം വെക്കണം, സൂറത്തുൽ ഇഖ്ലാസ് കൂടുതൽ വർദ്ധിപ്പിക്കണം. ചിശ്തി തരീഖത്തിലെ ഏറ്റവും വലിയ വിറുദാണ് സൂറത്തുൽ ഇഖ്ലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ ഉദ്ധരിക്കുന്നില്ലേ, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് മറത്തൻ വാഹിദ, ഒരാൾ ഒരു പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിയാൽ ഉഅതിയ മിനൽ അജ്രി കമൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വഉഅതിയ മിനൽ അജ്രി മിഥല 100 ഷഹീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ എണ്ണം കണക്കെ അല്ലാഹു തആല 100 ശുഹദാക്കളുടെ പ്രതിഫലം വരെ തരാൻ പറ്റുന്ന പുണ്യകർമ്മമാണ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യൽ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഇദാ ഖബല അബൂദർറിൽ ഗിഫാരിയു, അബൂദർ അൽ ഗിഫാരി തങ്ങൾ അങ്ങോട്ട് വന്നു. ഫഖാല ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ അബൂദർ, ആ വരുന്നത് അബൂദർ ആണല്ലോ. ഫഖാല അലൈഹിസ്സലാത്തു വസ്സലാം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അവ തഅരിഫൂനഹു, നിങ്ങൾക്ക് അബൂദറിനെ അറിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വഅശ്ഹറു ഇൻദനാ മിൻഹു ഇൻദകും, നിങ്ങളുടെ ഇടയിലുള്ളതിനേക്കാൾ വലിയ പ്രസിദ്ധി അബൂദർ ഗിഫാരി തങ്ങൾക്ക് ഞങ്ങൾ മലക്കുകളുടെ ഇടയിലുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ബിമാദാ നാല ഹാദിഹിൽ ഫളീല, എങ്ങനെയാണ് ഈ മഹത്വം കിട്ടിയത്? അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഖാല ലിസ്ഗരിഹി ഫീ നഫ്സിഹി വകസറതി ഖിറാഅതിഹി ഖുൽ ഹുവല്ലാഹു അഹദ്, മഹാനവറുകളുടെ വിനയമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് ഏറെ ഓതുന്ന ആളാണ്, അതുകൊണ്ട് മലക്കുകൾക്ക് സുപരിചിതനാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അബൂദർ ഗിഫാരി തങ്ങളെ മലക്കുകൾക്ക് വലിയ പരിചയമാണ്. കാരണം ഖുൽ ഹുവല്ലാഹു അഹദ് ഏറെ ഓതുന്ന മഹാനാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ പരിചയം. മാത്രമല്ല, അറിയുമോ, ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ ഫീ തബൂക, ഞങ്ങൾ തബൂക്കിലായിരുന്നു യുദ്ധസമയത്ത്. ഫതലഅത്തി ശംസു മാലഹാ ശുആഉൻ വളിയാ, സൂര്യൻ ഉദിച്ചെങ്കിലും തെളിച്ചം പോരാ. വമാ റഅയ്നാഹാ അലാ തിൽകൽ ഹാലതി ഖത്തു, ഒരിക്കലും ഇതുപോലെ ഒരു പകൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ഫഅജിബ കുല്ലുനാ, ഞങ്ങൾക്ക് മുഴുവനും അത്ഭുതമായി. ഫനസല ജിബ്രീൽ,
അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ അമറ അൻ യൻസില മിനൽ മലായികതി 70,000 മലക്കിൻ ഫയുസല്ലൂ അലാ മുആവിയത ബിൻ മുആവിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല 70,000 മലക്കുകളോട് ഭൂമിയിലേക്ക് വന്ന് മുആവിയത്ത് ബിൻ മുആവിയയുടെ മേൽ നിസ്കരിക്കാൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഫഹൽ ലക അൻ തുസല്ലിയ അലൈഹി. തബൂക്കിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുന്നു, 70,000 മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് മുആവിയത്ത് ബിൻ മുആവിയ എന്നവരുടെ പേരിൽ നിസ്കരിക്കാൻ, തങ്ങൾ അദ്ദേഹത്തിന്റെ മേലൊന്ന് നിസ്കരിക്കാമോ? ഇമാമത്ത് നിൽക്കാമോ? ഒരാൾ മദീനയിൽ മരണപ്പെട്ടിട്ടുണ്ട്, മുആവിയത്ത് ബിൻ മുആവിയ എന്ന ആൾ. അദ്ദേഹത്തിന്റെ മേൽ ജനാസ നിസ്കരിക്കണം. 70,000 മലക്കുകളോട് ഓർഡറുണ്ട് അവിടെ വന്ന് പങ്കെടുക്കാൻ. തബൂക്കിലുള്ള തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിസ്കാരത്തിനൊന്ന് നേതൃത്വം കൊടുക്കാമോ? ثم ضرب بجناحه الأرض فأزال الجبال وصار الرسول عليه الصلاة والسلام كأنه مشرف عليه. മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു എന്നവരുടെ ജനാസയിലേക്ക് മുബാശിറായി നേരിട്ട് കാണുന്നത് പോലെ എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊടുത്തു ജിബ്രീൽ അലൈഹിസ്സലാം. فصلاه عليه فصلاه وأصحابه عليه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ആ മുആവിയത്ത് ബിൻ മുആവിയ എന്നവരുടെ മേൽ നിസ്കരിച്ചു. ثم قال, എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ബിമ ബലഗ മാ ബലഗ, എന്തേ ഇദ്ദേഹത്തിന് ഇത്ര വലിയ പദവി കിട്ടാനുള്ള കാരണം? ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, കാന യുഹിബ്ബു സൂറത്തുൽ ഇഖ്ലാസ്. അദ്ദേഹത്തിന് സൂറത്തുൽ ഇഖ്ലാസിനോട് വലിയ ഇഷ്ടമായിരുന്നു. ഏറെ പാരായണം ചെയ്ത ആളായിരുന്നു. മഹാനായ ഖാജാ തങ്ങളുടെ വിറുദുകളിൽ പ്രധാനപ്പെട്ട വിറുദ് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വവും അവന്റെ സമദീയത്തും തൗഹീദിന്റെ അടിസ്ഥാനം പറയുന്ന സൂറത്തു തൗഹീദ് എന്ന പേര് അതിനുണ്ട്. ആ സൂറത്തു തൗഹീദിന്റെ ആളാണ് ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ സൂറത്തു തൗഹീദിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കഴിയുന്നത്ര തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവരാകണം. ഉറൂസിന് വന്നു പോകുമ്പോൾ വലിയ ആത്മസംതൃപ്തിയുണ്ടാകും, ബർക്കത്തിന്റെ ഭക്ഷണം ഉണ്ടാകും. ഒപ്പം ഈ ഒരു സമ്മാനം അമൂല്യമായി നമ്മൾ കരുതണം. ജീവിതത്തിൽ പരമാവധി സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. മദീനത്ത് ഖുബാ പള്ളിയിലെ ഇമാമിനെ കുറിച്ചൊരു കംപ്ലൈന്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. മദീനത്ത് സ്വഹാബികളിൽ ഒരാൾ ഖുബാ പള്ളിയിലെ ഇമാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ആ മഹല്ലത്തുകാർ വന്ന് കംപ്ലൈന്റ് ചെയ്തു, ഓ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഞങ്ങളുടെ ഇമാമിനെ കുറിച്ചൊരു കംപ്ലൈന്റ് ഉണ്ട്. എന്താണ് കംപ്ലൈന്റ്? ഏത് സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിച്ചാലും സൂറത്തുൽ ഇഖ്ലാസ് ഒപ്പം ഓതാതെ ഇരിക്കില്ല. എല്ലാ നിസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതും. ഇമാമിനെ വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് മോനെ അങ്ങനെ? അപ്പോൾ പറഞ്ഞു, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. എന്താണ് മോനെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കേൾക്കുന്നുണ്ടല്ലോ, ശരിയാണോ? അതേ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, എനിക്ക് ഞാനങ്ങനെ ഓതാറുണ്ട് നബിയേ. ഉടനെ ചോദിച്ചു, എന്തേ അങ്ങനെ ഓതാനുള്ള കാരണം?
ഇന്നി ഉഹിബ്ബുഹാ, എനിക്ക് സൂറത്തുൽ ഇഖ്ലാസിനോട്, ഖുൽ ഹുവല്ലാഹു സൂറത്തിനോട് വലിയ ഇഷ്ടമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചില ആളുകൾ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന്. ഈ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതല്ല ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരെ പറഞ്ഞത് മാത്രമേ ദീനുള്ളൂ എന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരെ പറഞ്ഞതല്ല എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം എന്ന്. അപ്പോൾ ആ സ്വഹാബിയോട് പറഞ്ഞത് ഞാൻ ചെയ്യുകയോ പറയുകയോ ചെയ്യാത്ത കാര്യമായതുകൊണ്ട് വേണ്ട എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ആ സൂറത്തിനോടുള്ള ഇഷ്ടം നിങ്ങളെ സ്വർഗ്ഗത്തിൽ കടത്തിയിരിക്കുന്നു. ആ സൂറത്തിനോടുള്ള ഇഷ്ടം നിങ്ങളെ സ്വർഗ്ഗത്തിൽ കടത്തിയിരിക്കുന്നു. അതുകൊണ്ട് മഹാനായ ഖാജാ തങ്ങളെ ഇഷ്ടം വെക്കുന്നവർ സൂറത്തുൽ ഇഖ്ലാസിനെ അങ്ങേയറ്റം സ്നേഹിക്കണം. അത് പാരായണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം.